പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവചനത്തിൽ പഴയ നിയമഗ്രന്ഥമായ ജോഷുവയുടെ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ ദൈവം അവിടെ നിന്ന് രക്ഷിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ നീണ്ട 40 വർഷത്തെ യാത്രയ്ക്കൊടുവിൽ ജോഷുവയുടെ നേതൃത്വത്തിൽ ജോർദാൻ നദിയുടെ മറുകരയിലെ ഷിത്തീം എന്ന ദേശം വരെ എത്തിച്ചു. ഇനി അവർക്ക് ജോർദാൻ നദി കടക്കണം. അങ്ങനെ വാഗ്ദത്ത ഭൂമിയായ കനാൻ ദേശത്തേക്ക് അവർക്ക് പ്രവേശിക്കണം. അതിനായി ജോഷുവ പാളയമടിച്ചിരുന്ന കൂടാരത്തിൽ നിന്ന് അന്ന് അതിരാവിലെ ജോർദാൻ നദിയുടെ തീരത്തെത്തി. വേനൽക്കാലമായിരുന്നു. ലെബനോണിലെ മലനിരകളിലെ മഞ്ഞുരുകി ജോർദാൻ നദി നിറഞ്ഞൊഴുകുകയാണ്. ലക്ഷക്കണക്കിനുള്ള ജനങ്ങൾക്ക് ഇത്രയും ശക്തമായ ഒഴുക്കിൽ നദി കടക്കുക അസാധ്യമാണ്. എന്നാൽ ചെങ്കടലിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഇവിടെയും അതിശക്തമായി ഇടപെടുകയാണ് ഉണ്ടായത്. ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളൻകാൽ ജോർദാൻ നദിയിലെ ജലത്തെ സ്പർശിച്ചപ്പോൾ കരകവിഞ്ഞൊഴിയിരുന്ന ജലപ്രവാഹം നിലച്ചു. വടക്കുവശത്തുള്ള മലയിടുക്കുകളിൽ നിന്നും കുത്തിയൊഴുകിയിരുന്ന ജലം ഒരു മല പോലെ ഉയർന്ന് അവിടെ തന്നെ നിശ്ചലമായി. തെക്കുവശത്തേക്ക് ഒഴുകിക്കൂടിയിരുന്ന വെള്ളം ചാവുകടലിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ കാൽ ചുവട്ടിൽ വരണ്ട ഭൂമി പ്രത്യക്ഷമായി. ജനം മുഴുവനും പുരോഹിതന്മാരുടെ മുമ്പിലൂടെ ജോർദാൻ കടന്നു. ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്കുള്ള അവരുടെ യാത്രയ്ക്ക് ഒന്നും തടസ്സമായില്ല. ചെങ്കടലും മരുഭൂമിയും ജോർദാൻ നദിയും അവിടുന്ന് കൂടെയുണ്ടെങ്കിൽ ഒരു തടസ്സമാവില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടത്തോട് ചേർന്ന് നടന്നാൽ മതി. യെശയ്യാ 43:2 പറയും പോലെ, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയുടെ നടുവിലൂടെ നടന്നാൽ ആ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനുമാണ്. പ്രിയപ്പെട്ടവരെ, ഏതു പ്രതിസന്ധിയിലും ദുരിതത്തിലും നമുക്ക് അവനോട് ചേർന്ന് നിൽക്കാം. അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും തടസ്സമാവില്ല, ഒന്നും നമ്മളെ ദ്രോഹിക്കുകയുമില്ല. അവൻ നമ്മെ രക്ഷിക്കും. ആമേൻ.